ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിസിൽ. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ചാമ്പ്യൻസ് ട്രോഫിയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ബംഗ്ലാദേശിനെ 6 വിക്കറ്റിന് പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ വളരെ ഈസി ആയിട്ടുള്ള ഒരു മത്സരമായിരുന്നു. വലിയ ഒരു ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാനായിട്ട് ബംഗ്ലാദേശിന് സാധിച്ചില്ല. പക്ഷേ 46.3 ഓവറിലാണ് ബംഗ്ലാദേശ് ഉയർത്തിയ ലക്ഷ്യം മറികടക്കാനായിട്ട് ഇന്ത്യക്ക് സാധിച്ചതെന്നുള്ളതാണ്. ആദ്യം ബാറ്റ് ചെയ്ത ബംഗ്ലാദേശ് 228 റൺസ് നേടിയപ്പോൾ മറുപടി ബാറ്റിങ്ങിൽ 46.3 ഓവറിൽ 4 വിക്കറ്റ് മാത്രം നഷ്ടത്തിലാണ് ഇന്ത്യ 228 റൺസ് എന്നുള്ളത് മറികടന്നത് എന്നുള്ളതാണ്. ശുഭ്മാൻ ഗില്ലിൻ്റെ സെഞ്ചുറിയാണ് മത്സരത്തിലെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു ബാറ്റിംഗ് പ്രകടനം എന്ന് പറയുന്നത്. ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ മുഹമ്മദ് ഷമി 5 വിക്കറ്റ് നേട്ടം കൈവരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഏകദിന മത്സരങ്ങളിൽ 200 വിക്കറ്റ് നേടുന്ന ഫാസ്റ്റ് ബോളറായിട്ട് മുഹമ്മദ് ഷമി മാറിയിരിക്കുകയാണ്. ഈ മത്സരങ്ങളുടെ എണ്ണം പരിശോധിക്കുകയാണെങ്കിൽ മിച്ചൽ സ്റ്റാർക്കാണ് ഏറ്റവും കുറവ് മത്സരങ്ങളിൽ നിന്ന് 200 വിക്കറ്റുകൾ സ്വന്തമാക്കിയിട്ടുള്ളത്. അദ്ദേഹം 102 മത്സരങ്ങളിൽ നിന്നാണ് 200 ഏകദിന വിക്കറ്റുകൾ സ്വന്തമാക്കിയിരിക്കുന്നതെങ്കിൽ മുഹമ്മദ് ഷമി 104 മത്സരങ്ങളിൽ നിന്നാണ് 200 വിക്കറ്റ് നേട്ടം കൈവരിച്ചിരിക്കുന്നത്. ഏതായാലും അതുപോലെ തന്നെ റൺസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ രോഹിത് ശർമ്മ മറ്റൊരു റെക്കോർഡ് കൈവരിച്ചിരിക്കുന്നു. അദ്ദേഹം ഏകദിന ക്രിക്കറ്റിൽ 11,000 റൺസ് നേടുന്ന 11,000 റൺസ് നേടുന്ന താരമായിട്ട് മാറിയിരിക്കുകയാണ്. 11,000-ൽ കൂടുതൽ റൺസ് നേടിയിരിക്കുന്ന 10 താരങ്ങളാണ് ലോകത്താകെയുള്ളത്. അതിൽ 10ാമത്തെ താരമാണ് രോഹിത് ശർമ്മ എന്ന് പറയുന്നത്. ഇന്ത്യൻ താരങ്ങളെ നോക്കുകയാണെങ്കിൽ 4ാമത്തെ ആളാണ് രോഹിത് ശർമ്മ. ഏറ്റവും അധികം റൺസ് നേടിയിരിക്കുന്നത് നമുക്കറിയാം സച്ചിൻ ടെണ്ടുൽക്കറാണ്. 2ാമത്തെ പൊസിഷനിൽ വിരാട് കോഹ്ലിയാണ് ഇന്ത്യൻ താരമായിട്ടുള്ളത്. പിന്നെ ഉള്ളത് സൗരവ് ഗാംഗുലിയാണ്. 4ാമത്തെ പൊസിഷനിലേക്ക് ഇപ്പോൾ രോഹിത് ശർമ്മയും കൂടെ ആ 11,000 ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ മത്സരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഏതായാലും മത്സരത്തിൻ്റെ തുടക്കത്തിലേക്ക് വരുമ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ബംഗ്ലാദേശ് ടോസ് ജയിക്കുകയും ആദ്യം ബാറ്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയുമായിരുന്നു. കാരണം ഡെഫിനറ്റ് ആയിട്ടും ബംഗ്ലാദേശിനെ പോലൊരു ടീമിന് ഇന്ത്യയെ പോലെയുള്ള ഒരു വലിയ ടീമുമായിട്ട് മത്സരിക്കുമ്പോൾ ഒരു നല്ല സ്കോർ കണ്ടെത്തി തിരിച്ച് ഇന്ത്യയെ പ്രതിരോധത്തിലാക്കുക എന്നുള്ളൊരു സ്ട്രാറ്റജി മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അവർ ഇന്ത്യ ബാറ്റിങ്ങിന് അയക്കുകയാണെങ്കിൽ ഇന്ത്യ 300 എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തിലേക്കൊക്കെ എത്തുകയാണെങ്കിൽ തിരിച്ച് അടിക്കാനുള്ള ഒരു ബാറ്റിംഗ് ലൈനപ്പ് ബംഗ്ലാദേശിന് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഡെഫിനറ്റ് ആയിട്ടും ഇങ്ങനെ ചിന്തിക്കാനുള്ളൊരു കാരണം. ഒപ്പം തന്നെ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ദുബായിലെ പിച്ച് എന്ന് പറയുന്നത് ഒരുപാട് റൺസ് വരുന്ന ഒരു പിച്ചല്ല, കുറച്ചൊന്ന് ബോൾ പിടിച്ചു വരുന്ന ഒരു പിച്ചാണ്. അതുകൊണ്ടാണ് ഈ 228 എന്ന് പറയുന്ന ലക്ഷ്യം കൈവരിക്കാനായിട്ട് ഇന്ത്യക്കും ഈ 46.3 ഓവറുകൾ കളിക്കേണ്ടി വന്നത് എന്നുള്ളതാണ്. കുറച്ച് സ്ലോ ആയിട്ടുള്ള ഒരു സർഫസാണ് ദുബായിലെ പിച്ച് എന്നുള്ളതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ചാമ്പ്യൻസ് ട്രോഫി ആരംഭിക്കുന്നതിന് മുമ്പ് IL T20 എന്ന് പറയുന്ന ഒരു T20 ഫോർമാറ്റിലുള്ള ഒരു ടൂർണമെൻറ്റ് അവിടെ നടന്നിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് മത്സരങ്ങൾ ഒരേ വെന്യൂവിൽ തന്നെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പിച്ച് പ്രിപ്പറേഷൻസ് ഈസി അല്ല എന്നുള്ളതാണ്. അപ്പോൾ കുറച്ചൊരു ഡെഡ് ആയിട്ടുള്ള പിച്ചിലായിരിക്കും ഡെഫിനറ്റ് ആയിട്ടും ഇനിയുള്ള മത്സരങ്ങളും കളിക്കാൻ പോകുന്നു. ഒട്ടും തന്നെ പുല്ലില്ലാത്ത ഒരു പിച്ചിലാണ് ഇന്നലത്തെ മത്സരം അരങ്ങേറിയത് എന്നുള്ളതാണ്. ഏതായാലും തുടക്കം വളരെ വളരെ മോശമായിരുന്നു ബംഗ്ലാദേശിൻ്റെ. ഒരു സ്റ്റേജിൽ അവരുടെ വിക്കറ്റുകൾ ആദ്യ ഓവറിൽ തന്നെ വിക്കറ്റുകൾ നഷ്ടപ്പെടുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഒരു ഘട്ടത്തിൽ അവർ 35 റൺസിന് 5 വിക്കറ്റ് എന്ന നിലയിലായി. പവർ പ്ലേ അവസാനിക്കുമ്പോൾ, അതായത് 10 ഓവർ അവസാനിക്കുമ്പോൾ 39 റൺസിന് 5 വിക്കറ്റ് എന്ന് പറയുന്ന നിലയിലായിരുന്നു. മുഹമ്മദ് ഷമി 2 വിക്കറ്റ് നേടിയപ്പോൾ ഹർഷിത് റാണ 1 വിക്കറ്റ് നേടി. അതിനുശേഷം അക്സർ പട്ടേലിൻ്റെ ഒരു ഓവറിൽ 2 ബോളുകളിൽ അടുപ്പിച്ചടുപ്പിച്ച് അവരുടെ 2 വിക്കറ്റുകൾ നഷ്ടപ്പെട്ടു. ഹാട്രിക് ബോളിൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്യാച്ച് രോഹിത് ശർമ്മയുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഹാട്രിക് നേടുന്ന ഒരു ബോളറായിട്ട് അക്സർ പട്ടേലിന് മാറാനായിട്ട് സാധിക്കുമായിരുന്നു. ഏതായാലും അത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാൻസ് ആയിരുന്നു. ഇന്ത്യയുടെ ഫീൽഡിങ്ങിലേക്ക് വരുമ്പോൾ വളരെ ഈസി ആയിട്ടുള്ള 2 ക്യാച്ചുകളാണ് ഇന്ത്യ നഷ്ടപ്പെടുത്തിയത്. ഒന്ന് ഇപ്പോൾ പറഞ്ഞൊരു ക്യാച്ചും പിന്നെ അതുപോലെ തന്നെ തൗഹീദ് ഹൃദോയുടെ ഒരു വളരെ ഈസി ആയിട്ടുള്ള ക്യാച്ച് ഹാർദിക് പാണ്ഡ്യയുടെ കയ്യിൽ നിന്ന് നഷ്ടമായി. അതുപോലെ തന്നെ KL രാഹുലിൻ്റെ കയ്യിൽ നിന്ന് ഒരു സ്റ്റംപിങ്ങും നഷ്ടമായി എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇതിനേക്കാളൊക്കെ വളരെ മോശമായ ഒരു അവസ്ഥയിലേക്ക് ബംഗ്ലാദേശ് പതിച്ചേനെ എന്നുള്ളതാണ്. 35-5 എന്നുള്ള നിലയിൽ നിന്ന് ജാക്കിർ അലിയും അതുപോലെ തന്നെ തൗഹീദ് ഹൃദോയും ചേർന്നുള്ള നല്ലൊരു പാർട്ട്ണർഷിപ്പ്, രണ്ടുപേരും ഓരോ ചാൻസ് കൊടുത്തെങ്കിൽ അതൊക്കെ വിട്ട് കളഞ്ഞതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ നല്ലൊരു പാർട്ട്ണർഷിപ്പ് പടുത്തുയർത്താനായിട്ട് സാധിച്ചത്. ഏകദേശം 150-ന് മുകളിലുള്ള ഒരു പാർട്ട്ണർഷിപ്പായിരുന്നു അത്. അതിനുശേഷം പിന്നീട് വീണ്ടും നല്ല പ്രകടനങ്ങളൊന്നും ബംഗ്ലാദേശിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. 228 റൺസിന് ബംഗ്ലാദേശ് ഓൾ ഔട്ട് ആവുകയായിരുന്നു. തൗഹീദ് ഹൃദോയ് തൻ്റെ ക്രിക്കറ്റ് കരിയറിലെ, അതായത് ഏകദിന ക്രിക്കറ്റ് കരിയറിലെ ആദ്യ ഏകദിന സെഞ്ചുറി നേടിയിരിക്കുകയാണ്. മുഹമ്മദ് ഷമിയുടെ ഒരു ബൗളിംഗ് പ്രകടനം, അദ്ദേഹം 5 വിക്കറ്റ് നേട്ടം കൈവരിച്ചിരിക്കുന്നു. നമ്മൾ ഇന്ന് ഇതിൻ്റെ ഒരു പ്രിവ്യൂ പറഞ്ഞ സമയത്ത് മുഹമ്മദ് ഷമിയെ നമ്മൾ ഈ ഫാൻറ്റസി പിക്കിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു ബോളിംഗ് പ്രകടനം അത്രത്തോളം ഒന്നും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്തത്. പക്ഷേ ICC ടൂർണമെൻറ്റ് വരുമ്പോൾ മുഹമ്മദ് ഷമി വേറൊരു മുഹമ്മദ് ഷമിയായി മാറുന്ന കാഴ്ചയാണ് കണ്ടത്. 2023 ഏകദിന ലോകകപ്പിൽ ഇതുപോലെ തന്നെയായിരുന്നു. ആദ്യ മത്സരങ്ങളിലൊന്നും അദ്ദേഹത്തിനെ കളിപ്പിച്ചിരുന്നില്ല. ഹാർദിക് പാണ്ഡ്യയ്ക്ക് ഒരു പരിക്ക് പറ്റിയപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ടീമിലേക്ക് കൊണ്ടുവന്നത്. അവിടെ നിന്നൊരു എക്സലൻ്റ് ആയിട്ടുള്ള പ്രകടനമായിരുന്നു. അപ്പോൾ ICCയുടെ ടൂർണമെൻറ്റുകൾ വരുമ്പോൾ മുഹമ്മദ് ഷമി വേറൊരു മുഹമ്മദ് ഷമിയായി മാറുന്നു എന്നുള്ള സംശയമാണ് എനിക്കുള്ളത്. ഏതായാലും ഇന്ത്യൻ ബാറ്റിംഗ്
ബാറ്റിംഗ് നിരയിലേക്ക് വരുമ്പോൾ ഇന്ത്യ വളരെ ഈസി ആയിട്ടാണ് തുടങ്ങിയത്. നമ്മൾ എത്ര പിടിച്ചു വരുന്ന പിച്ചാണെങ്കിലും ന്യൂ ബോളിന് ഷൈൻ ഉള്ളതുകൊണ്ട് തന്നെ ആ സമയത്ത് ബോൾ കുറച്ച് ബാറ്റിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഓപ്പണിങ്ങിൽ രോഹിത് ശർമ്മയും ശുഭ്മാൻ ഗില്ലും കുറച്ചൊന്ന് ആക്രമിച്ച് കളിക്കുന്ന ഒരു ശൈലിയായിരുന്നു. രോഹിത് ശർമ്മയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു, അദ്ദേഹം ഒരു മൈൽ സ്റ്റോൺ പിന്നിട്ടിരിക്കുന്നു. 11,000 റൺസ് എന്ന് പറയുന്ന ഒരു മൈൽ സ്റ്റോൺ ആണ് ഇപ്പോൾ പിന്നിട്ടിരിക്കുന്നത്. അദ്ദേഹം ആക്രമിച്ച് കളിക്കാൻ തന്നെയാണ് ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു 41 റൺസ് നേടി അദ്ദേഹം പുറത്തായി. പക്ഷേ ശുഭ്മാൻ ഗില്ലിന്റെ ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള ഒരു ഇന്നിങ്സ് ആയിരുന്നു. ഇങ്ങനെ ഒരു സ്ലോ ആയിട്ടുള്ള പിച്ചിൽ എങ്ങനെ ബാറ്റ് ചെയ്യണം, എങ്ങനെ ക്ഷമയോടെ ബാറ്റ് ചെയ്യണം എന്നുള്ള മറ്റുള്ള ഇന്ത്യൻ ബാറ്റർമാർക്ക് കാണിച്ചു കൊടുക്കുന്ന ഒരു പ്രകടനമായിരുന്നു അദ്ദേഹത്തിന്റെ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് ആയിരുന്നു. അതായത് നല്ല സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് കളിക്കുന്ന ഒരു ശുഭ്മാൻ ഗില്ലിനെയാണ് ഇന്ന് കണ്ടത്. നമുക്കറിയാം, ഇപ്പോൾ ഈ ഇംഗ്ലണ്ടുമായിട്ടുള്ള പര്യടനത്തിൽ അദ്ദേഹം നല്ല ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്നു. അവസാന മത്സരത്തിൽ സെഞ്ചുറി നേടിക്കൊണ്ടാണ് അദ്ദേഹം ഇങ്ങോട്ട് വന്നത്. ഇവിടെ ആ സെഞ്ചുറി നേട്ടം വീണ്ടും തുടരാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിരിക്കുന്നു. ഈ ചെറിയ പ്രായത്തിനുള്ളിൽ ഏകദിനങ്ങളിൽ 8 സെഞ്ചുറികളാണ് ശുഭ്മാൻ ഗിൽ നേടിയിരിക്കുന്നത് എന്നുള്ളത് ഏറ്റവും വളരെ ഒരു വലിയ കാര്യം തന്നെയാണ്. ഏതായാലും അതിനുശേഷം നമ്മുടെ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ അതിനുശേഷം ബാറ്റ് ചെയ്യാനായിട്ട് വന്ന വിരാട് കോഹ്ലിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ശ്രേയസ് അയ്യരെ സംബന്ധിച്ചിടത്തോളം, അക്ഷർ പട്ടേലിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ചെറിയ ചെറിയ കോൺട്രിബ്യൂഷൻസ് മാത്രമാണ് നൽകാനായിട്ട് സാധിച്ചത്. അവരെല്ലാവരും ഔട്ടായ ബോളുകൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ വിരാട് കോഹ്ലി ഒരു കട്ടടിക്കാൻ പോയിട്ട് ടോപ്പ് എഡ്ജ് എടുത്തിട്ടാണ് ഔട്ടായത്. അതുപോലെ തന്നെ ശ്രേയസ് അയ്യർ ഓവർ ദ ടോപ്പ് ഒരു ഷോട്ട് കളിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഔട്ടായത്. അക്ഷർ പട്ടേൽ ഒരു വലിയ സിക്സറിന് ശ്രമിക്കുമ്പോഴാണ്. ഇതെല്ലാം തന്നെ ആ പിച്ചിന്റെ ഒരു സ്ലോനെസ് ആണ് സൂചിപ്പിക്കുന്നത്. അതായത് പിച്ച് നല്ലോണം സ്ലോ ആണ് എന്നുള്ളതാണ് അവിടെ ഏറ്റവും പ്രധാനമായിട്ട് സൂചിപ്പിക്കുന്നത്. കാരണം വിരാട് കോഹ്ലി കട്ടടിക്കുമ്പോൾ ബോൾ കുറച്ചൊന്ന് സ്ലോ ആയിട്ടാണ് വന്നത്. അതുപോലെ തന്നെ ശ്രേയസ് അയ്യരുടെ അടി, അത് അദ്ദേഹം അതിന്റെ മുകളിൽ കൂടെ അടിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു. പക്ഷേ ഓവർ ദ ടോപ്പ് കളിക്കാനുള്ള ശ്രമത്തിൽ ബോൾ കുറച്ചൊന്ന് പിടിച്ചു വന്നതുകൊണ്ടാണ് അത് ഔട്ടായത്. അപ്പോൾ ഈ പിച്ചിന്റെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഇതിനെല്ലാത്തിനും കാരണമാണ്. ഡെഫിനറ്റ് ആയിട്ടും നമ്മൾ ആ ഒരു സമയത്ത് കുറച്ചൊന്ന് ഒരു ക്ഷമയോടുകൂടി അല്ലെങ്കിൽ ഒരു സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് കളിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അത് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. പിന്നെ കെ എൽ രാഹുൽ വന്നിട്ട് കെ എൽ രാഹുലിൻ്റെ ഒരു നല്ല പ്രകടനമായിരുന്നു, 41 നോട്ട് ഔട്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു അടി, ഒരു മിസ് ഹിറ്റ്, ഒരു ഈസി ക്യാച്ചാണ് ജയ്ക്കർ അലിയുടെ കയ്യിൽ നിന്ന് മിസ്സായി പോയത് എന്നുള്ളതാണ്. അത് അദ്ദേഹം വന്ന ഉടനെ തന്നെയായിരുന്നു. അപ്പോൾ ആ ക്യാച്ച് പിടിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഇന്ത്യ ഒരു പ്രതിരോധത്തിലേക്ക് വീണേനെ. കാരണം ഹാർദിക് പാണ്ഡ്യയും രവീന്ദ്ര ജഡേജയുമാണ് പിന്നീടുള്ള 2 ബാറ്റർമാർ എന്നുള്ളതാണ് പ്രധാനമായിട്ടും. ടോട്ടലി ഒരു മത്സരം നോക്കുകയാണെങ്കിൽ ഒരു വലിയ ആധികാരികമായിട്ടുള്ള ഒരു വിജയം എന്നൊന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ബംഗ്ലാദേശ് അവരുടേതായ രീതിയിലുള്ള ഒരു ഫൈറ്റ് ഇന്ത്യക്ക് കൊടുത്തു. കാരണം 35 റൺസിന് 5 വിക്കറ്റ് പോയ സ്ഥിതിയിൽ നിന്ന് 228 എന്ന് പറയുന്ന ഒരു സ്കോറിലേക്ക് ബംഗ്ലാദേശിന് എത്താൻ സാധിച്ചു എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയിലേക്ക് വരുമ്പോൾ അവരുടെ സ്പിന്നർമാരുടെ ഭാഗത്തു നിന്നുള്ള ഓപ്പറേഷൻസ്, എസ്പെഷ്യലി അവരുടെ റിഷാദ് ഹുസൈൻ എന്ന് പറയുന്ന ലെഗ് സ്പിന്നർ എക്സലൻ്റ് ആയിട്ടുള്ളൊരു ബൗളറാണെന്ന് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു. അദ്ദേഹം നല്ല മികച്ചൊരു ബോളിംഗ് പ്രകടനമാണ് കാഴ്ചവെച്ചത്. 10 ഓവറിൽ എനിക്ക് വേണം 38 റൺസോ അത്രമാത്രമാണ് അദ്ദേഹം വിട്ടുകൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട ബൗളറായിട്ടുള്ള മുസ്താഫിസുർ റഹ്മാൻ ഒരുപാട് റൺസ് വഴങ്ങുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു. ടീം കോമ്പിനേഷനിലേക്ക് വരുമ്പോൾ അർഷദീപ് സിംഗ് കളിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ അതിൽ നിന്ന് വിപരീതമായിട്ട് ഹർഷിത് റാണയ്ക്കാണ് മാനേജ്മെന്റ് ആദ്യ മത്സരത്തിൽ കളിക്കാനുള്ള ചാൻസ് കൊടുത്തത് എന്നുള്ളതാണ്. ഇനി അടുത്ത ഇന്ത്യയുടെ മത്സരം എന്ന് പറയുന്നത് ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞ് ഈ 23-ാം തീയതി പാകിസ്ഥാനുമായിട്ട് ഇതേ വെന്യൂവിൽ വെച്ചിട്ടാണ് എന്നുള്ളതാണ്. ആ മത്സരത്തിൽ കൂടെ ജയിക്കാനായി കഴിഞ്ഞാൽ ഇന്ത്യ ഈസി ആയിട്ട് സെമി ഫൈനലിലേക്ക് യോഗ്യത നേടും എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ടീമുകളും തമ്മിൽ ഓരോ മത്സരങ്ങൾ വീതമാണ് കളിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അടുത്ത മത്സരം കൂടെ ജയിച്ച് സെമിയിലേക്കുള്ള ഒരു ടിക്കറ്റ്, ആ ഒരു ബെർത്ത് ബുക്ക് ചെയ്യാനായിട്ട് ആയിരിക്കും ഇന്ത്യ ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഏതായാലും അടുത്ത മത്സരത്തിലും കൂടെ ഒരു നല്ല പ്രകടനം കാഴ്ചവെക്കാനായിട്ട് ഇന്ത്യക്ക് സാധിക്കട്ടെ. ബംഗ്ലാദേശുമായിട്ട് എക്സലൻ്റ് ആയിട്ടുള്ള ഒരു പ്രകടനം കാഴ്ചവെച്ച മുഹമ്മദ് ഷമി, അതുപോലെ തന്നെ ശുഭ്മാൻ ഗിൽ, എല്ലാവർക്കും ഒരു ഹാറ്റ്സ് ഓഫ്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.